ഹലോ ഗൈസ്, ഞാൻ അജയ് ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹാൻഡ് വാഷാണ്. പുറത്തു പോയാൽ വീട്ടിൽ കയറിയാൽ ഉടനെ കൈ കഴുകും ഹാൻഡ് വാഷ് ഉപയോഗിച്ച്. അതുകൊണ്ട് ഹാൻഡ് വാഷ് ഇഷ്ടം പോലെ ചിലവാകും. ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ ടൈപ്പ് ഹാൻഡ് വാഷ് അവൈലബിൾ ആണ്. അതിൽ ശരിക്കും ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ഇറക്കിയ ഒരു ഹാൻഡ് വാഷാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് മിസ്റ്റർ മാജിക് പൗഡർ ടു ലിക്വിഡ് ഹാൻഡ് വാഷ്. ഗോദ്രേജ് ഇറക്കുന്നതാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഹാൻഡ് വാഷാണ്. ഈ കാണുന്നത് പൗഡറാണ്. നമ്മൾ വെള്ളം യൂസ് ചെയ്യണം, എന്നാലേ ഇത് ഹാൻഡ് വാഷ് ആയിട്ട് മാറുകയുള്ളൂ. നമ്മുടെ വെള്ളം, ഇവരുടെ പൗഡർ. പക്ഷേ വിലയോ വെറും 15 രൂപ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. മിസ്റ്റർ മാജിക് പൗഡർ ടു ലിക്വിഡ് ഹാൻഡ് വാഷ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാൻഡ് വാഷസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 3 കാറ്റഗറി ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാൻഡ് വാഷസ് നമുക്ക് തരംതിരിക്കാം. ആദ്യത്തേത് വലിയ വിലയില്ലാത്ത ടൈപ്പ്, സാധാരണക്കാരെല്ലാം വാങ്ങുന്ന ടൈപ്പ്. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ 10ൽ കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും, റഫാക്കും, ചൊറിച്ചിൽ വരാം. അതുകൂടാതെ ചിലപ്പോൾ ക്യാൻസർ വരെ വരാം. നമ്മൾ പൈസ കൊടുത്ത് ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഹാൻഡ് വാഷസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി കുറച്ചുകൂടെ വില കൂടിയതാണ്. അതിൻ്റെയും ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെയും ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നാച്ചുറൽ, ഹെർബൽ, ആയുർവേദിക് എന്നൊക്കെയാണ് അവരുടെ ടാഗ് ലൈൻ. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാച്ചുറൽ, ഹെർബൽ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചാണ്. കൂടുതലും കെമിക്കൽസ് തന്നെയാണ്. ഇതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ്. തേർഡ് കാറ്റഗറി ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഹാൻഡ് വാഷസ് ആണ്. അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ കിട്ടും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത വിലയാണ്. 250 രൂപ, 300 രൂപ, 400 രൂപ, 600 രൂപ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത്രയും വിലയ്ക്ക് ഹാൻഡ് വാഷൊക്കെ വാങ്ങുക എന്ന് പറയുന്നത്, വേണമെങ്കിൽ വൺ ടൈം വാങ്ങാം. ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ഒരു പ്രാവശ്യം വാങ്ങാം. പക്ഷേ കുറേ പ്രാവശ്യം വാങ്ങിയാൽ എന്തായാലും പോക്കറ്റിന് വലിയൊരു ഓട്ടം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു കാറ്റഗറി സാധാരണക്കാരും വാങ്ങില്ല. സാധാരണക്കാർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കാറ്റഗറി 1ൽപ്പെട്ട ഹാൻഡ് വാഷോ അല്ലെങ്കിൽ കാറ്റഗറി 2ൽപ്പെട്ട ഹാൻഡ് വാഷോ ആണ്. ആ ഒരു സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഗോദ്രേജ് മിസ്റ്റർ മാജിക് പൗഡർ ടു ലിക്വിഡ് ഹാൻഡ് വാഷ് ഇറക്കിയത്. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും എഴുതിയിട്ടില്ല. ഇതിലാകെ എഴുതിയിരിക്കുന്നത് ഇതിൽ നീമുണ്ട്, അലവേര ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് കാറ്റഗറി 2ൽ പെടുന്ന ഹാൻഡ് വാഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു പാക്കിംഗ് കൂടി ഉണ്ട്. ആ ഒരു പാക്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാവാം. അതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലെ കവറിൽ ഫ്രണ്ടിൽ തന്നെ പൗഡർ എങ്ങനെയാണ് ലിക്വിഡ് ഫോമിലേക്ക് ആക്കുന്നത്, ലിക്വിഡ് ഹാൻഡ് വാഷ് ഫോമിലേക്ക് ആക്കുന്നതെന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ എക്സ്പയറി ഡേറ്റും ആരാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെന്നുള്ള ആ ഒരു ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അത് ശരിക്കും എന്നെ ആശ്ചര്യപ്പെടുത്തി. ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇറക്കണമെങ്കിൽ അതിൻ്റെ പാക്കിൽ എന്തായാലും ഇൻഗ്രീഡിയൻസ് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതങ്ങനെ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല, അതിനും എക്സംഷൻസ് ഉണ്ടെന്ന്. അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും വ്യക്തമായി. സെക്ഷൻ 148 ഓഫ് കോസ്മെറ്റിക്സ് ആൻഡ് ഡ്രഗ്സ് റൂൾ ഓഫ് 1945 വ്യക്തമായി പറയുന്നുണ്ട്, പൗഡർ പ്രൊഡക്റ്റ് ഒരു 30 ഗ്രാംസിൽ കുറവാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മാനുഫാക്ചറേഴ്സ് വ്യക്തമാക്കണമെന്നില്ല എന്ന്. അതുകൊണ്ടായിരിക്കാം ഗോദ്രേജ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഈ ഒരു പാക്കിൽ പറയാത്തത്. ഈ ഒരു പാക്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ഏകദേശം ഉറപ്പാണ് ഇത് കാറ്റഗറി 2ൽ പെടുന്ന ഒരു ഹാൻഡ് വാഷ് ആണെന്ന്. ഇനി പൗഡർ ലിക്വിഡ് ഹാൻഡ് വാഷ് ആക്കാം. അതിനായിട്ട് ഒരു ബോട്ടിലിൽ 200 ml വെള്ളം എടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് പൗഡർ ഇടാം. മുഴുവൻ പൗഡറും യൂസ് ചെയ്യണം. പൗഡർ മിച്ചം വെച്ചിട്ട് ഒരു കാര്യമില്ല, അത് കട്ട പിടിച്ച് പോവുകയുള്ളൂ. വൺ ടൈം യൂസ് ആണിത്. മുഴുവൻ പൗഡറും ഇട്ടതിന് ശേഷം അടപ്പിട്ടടിച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഈ ഒരു പൗഡർ ഉണ്ടാക്കാൻ, 9 ഗ്രാം പൗഡർ ഉണ്ടാക്കാൻ മാക്സിമം ഗോദ്രേജിന് ചിലവാകുന്നത് 1 രൂപയിൽ കുറവായിരിക്കും. ഈ പാക്കിംഗ് ഒക്കെ കൂട്ടിയിട്ട് അവർക്ക് അത്യാവശ്യം നല്ല ലാഭം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും നല്ല ലാഭം കിട്ടുന്നുണ്ട്. കാരണം 15 രൂപയ്ക്ക് 200 ml ഹാൻഡ് വാഷ് ലഭിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ഏറ്റവും കൂടുതൽ ലാഭം കമ്പനിക്ക് തന്നെയാണ്, പക്ഷേ എൻഡ് യൂസറിനും ലാഭമുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഹാൻഡ് വാഷിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഈ ഒരു പൗഡർ ടു ലിക്വിഡ് ഹാൻഡ് വാഷ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് പ്രോഡക്റ്റ് ആണ്. മാർക്കറ്റിൽ കൺവെൻഷണൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ലിക്വിഡ് ഫോമിലുള്ള ഹാൻഡ് വാഷ് ആണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പൗഡർ ഫോമിൽ ഗോദ്രേജ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയത്.
ഈ ഒരു കാറ്റഗറിയിലെ ട്രെൻഡ് സെറ്റർ തന്നെയായി ഗോദ്രേജ്. ഇത് നന്നായിട്ട് ഷേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് അനക്കാതെ 2 മണിക്കൂർ എവിടെയെങ്കിലും വെക്കണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പച്ച കളറാണ് ഹാൻഡ് വാഷിന്, നല്ല തിക്കുമാണ്. ഇനി ഈ ഹാൻഡ് വാഷ് ഉപയോഗിച്ചൊന്ന് കൈ കഴുകി നോക്കാം. ഇത് നന്നായിട്ട് പതയുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലും കൊള്ളാം, മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇത് കയ്യിൽ റബ്ബ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇത് നല്ലൊരു ഹാൻഡ് വാഷ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാറ്റഗറി 1ലും 2ലും പെടുന്ന ഹാൻഡ് വാഷസ് ചെയ്യുമെന്ന് പറയുന്നതെല്ലാം ഈ ഒരു പൗഡർ ടു ലിക്വിഡ് ഹാൻഡ് വാഷും ചെയ്യും, അതും കുറഞ്ഞ വിലയ്ക്ക്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. വെറും 15 രൂപയുള്ളൂ ഈ ഒരു ഹാൻഡ് വാഷിന്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കുറേ ഹാൻഡ് വാഷസിന് ശരിക്കും പഞ്ചൻ സ്മെല്ലാണ്. അതിൻ്റെ സ്മെല്ല് കുറേ അടിക്കുമ്പോൾ നമുക്ക് തലവേദന വരെ വരും. ഇതിൻ്റെ സ്മെല്ല് അങ്ങനെയല്ല, വളരെ മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇത് നല്ല തിക്കുമാണ്. 200 ml ഹാൻഡ് വാഷ് ലഭിക്കും. ഈ ഒരു പൗഡർ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ശരിക്കും തിക്കാണ്, നന്നായിട്ട് പതയും വരുന്നുണ്ട്. ഞാനിത് ശരിക്കും റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.